തെരുവ് നായ്ക്കളെ എങ്ങനെ നേരിടണമെന്ന് ചിന്തിക്കാൻ വേണ്ടി ആദ്യം വിളിച്ചു ചേർത്ത യോഗം ആലമ്പി കയ്യിലോട്ട് കൊടുത്ത ആളാണ്. കൊന്നു കളഞ്ഞാൽ പേപ്പട്ടിയെ കൊല്ലാൻ സമ്മതിക്കില്ല, പട്ടി കടിച്ചതിന് തെളിവുണ്ടോ എന്നൊക്കെയായിരുന്നു അന്നത്തെ നിലപാട്. അതെല്ലാം മാറി. തെരുവ് നായ്ക്കൾ ഭീതി പടർത്തുന്നുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഭാഗ്യം. പട്ടികളുടെ ഒരു ഭീതി വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുവരുന്നു, കണ്ടുവരുന്നു, അനുഭവിക്കുന്നു വ്യത്യസ്തമായ കുടുംബങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേവിഷബാധ എന്ന ഭീതിയാണ് ഏറ്റവും കൂടുതൽ, അല്ലേ? പേപ്പട്ടിയാണോ, പേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ എന്താണെന്നാണ് എല്ലാവരും ആലോചിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തെരുവുനായ്ക്കളെ കൊല്ലാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് വന്നത്. പക്ഷേ ഇന്ത്യയുടെ ലോസും അനുസരിച്ച്, പിന്നെ ഹ്യൂമാനിറ്റീനെയും ബേസ് ചെയ്താൽ ഒരു കാർമിക് ക്രൈം അല്ലേ നമ്മൾ എന്തിനേയും കൊല്ലുന്നത്, നമ്മളെ വിഷമിപ്പിക്കാത്ത എന്തിനേയും കൊല്ലുന്നത്. അപ്പോൾ ഈ കോഴിയും താറാവും ആടും പോത്തുമൊക്കെ നമ്മൾ വല്ലാണ്ട് ദ്രോഹിക്കുന്നുണ്ടാവും, നമ്മൾ അതിനെയൊക്കെ തല്ലി കൊല്ലുന്നത്, അല്ലേ? കൊല്ലുക മാത്രമല്ല, നന്നായിട്ട് തിന്നുകയും ചെയ്യുന്നുണ്ട്. ഈ തെരുവ് നായ്ക്കളെ കൊല്ലണ്ട, സമ്മതിച്ചു. പക്ഷേ ഈ പേ പിടിച്ച പട്ടികളെ എന്ത് ചെയ്യും? പേപ്പട്ടിയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്താൽ, നമ്മളെ വിളിച്ചാൽ നമ്മൾ അതിനെ മാറ്റി, അതിനെ ചെയ്യേണ്ട രീതിയിൽ നമ്മൾ അതിനെ യൂത്തനൈസ് ചെയ്യും, അതിനെ നമ്മൾ റിമൂവ് ചെയ്യും. അഗ്രസീവ് ഡോഗ്സ് ആണെങ്കിലും നമ്മളെ വിളിച്ചറിയിക്കാം. അതിനെ മാറ്റി മറ്റൊരു ഷെൽട്ടർ നമ്മൾ നോക്കുന്നുണ്ട്. ഓൾറെഡി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു ഷെൽട്ടറിന്റെ ഒരു കാശ് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ അത് ചെയ്യാമെന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആളുകൾ ഫോൺ ചെയ്ത്, നിങ്ങൾ ആളുകൾ വരുന്നത് വരെ ഈ പേപ്പട്ടി സ്പോട്ടിൽ തന്നെ നിൽക്കണം. സ്പോട്ടിൽ നിന്നില്ല ഷെൽട്ടറും കിട്ടത്തില്ല, നാട്ടുകാർക്ക് പണിയുമാകും. എന്ത് ചെയ്യും? എറണാകുളത്തെ പട്ടികളൊക്കെ എങ്ങനെ, ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലി അല്ലാത്ത ഡോഗ് അല്ലെങ്കിൽ എസ്പെഷ്യലി എറണാകുളത്ത് ഇപ്പോൾ ഡോഗ്സ് ഫ്രണ്ട്ലി അല്ല. ബിക്കോസ് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ഡോഗ്സിനെ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്, അവരൊരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റു ഡോഗ്സിന് പേടിയാണ്. കഷ്ടമായിപ്പോയി. ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ ഒരു ഷേക്കൻ്റെ കൊടുത്ത് വീട്ടിൽ വിളിച്ചുകൊണ്ട് ഒരു ബിരിയാണിയൊക്കെ വാങ്ങി കൊടുത്ത് സന്തോഷിപ്പിക്കാമായിരുന്നു. മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ നിയമമുള്ള നമ്മുടെ രാജ്യത്ത് തെരുവ് നായ്ക്കളെ കൊല്ലുന്നത് ശിക്ഷാർഹമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ നമ്മുടെ സംസ്ഥാനത്ത് പേപ്പട്ടിയുടെ കടിയേറ്റ് മരിച്ചത് 6 മനുഷ്യരാണ്. 75,000-ഓളം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. തലയിൽ വെളിച്ചം കയറാനുള്ള വല്ല വാക്സിനും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ ഭരണാധികാരികൾ ഒന്നുകൂടി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും.